ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ഒരു ക്രോഷ്യ റോസ് എത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് കേട്ടോ നോക്കുന്നത്. ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് പഠിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മളിതിൻ്റെ സെപ്പൽസും ലീഫും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതെന്നുമായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ റോസ് ഫ്ലവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന യാണ് 4 പ്ലൈ ആണാണ്. 4 പ്ലൈ അക്രലിക് യാണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് റോസ് ഏത് കളറാണോ ആവശ്യം അതെടുക്കാം. അതുപോലെ ഹൂക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3.5 mm ഒരു ഹൂക്കുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിത് കട്ട് ചെയ്യാനായിട്ടൊരു സിസേഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ ഒന്നും തന്നെ യൂസ് ചെയ്യണമെന്നില്ല. റോസ് ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 25 ചെയിൻ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഈ 25 ചെയിൻ സ്റ്റിച്ചസ് ഇടാനായിട്ട് ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കണം. ഈ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യാൺ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലേക്ക് പോകുന്ന ഈ ഒരു യാണിൻ്റെ പോർഷനെ നമ്മൾ പറയുന്നത് ടെയിൽ അല്ലെങ്കിൽ ടെയിൽ യാൺ എന്നൊക്കെയാണ്. റൈറ്റിലേക്ക് നമ്മുടെ ബൾക്കിലേക്ക് പോകുന്ന ആ യാണിനെ നമുക്ക്, അല്ലെങ്കിൽ ആ യാൺ ബോളിലേക്ക് പോകുന്ന യാണിനെ, ആ ഒരു പോർഷനെ നമ്മൾ വർക്കിംഗ് യാണെന്നും പറയാം. അപ്പോൾ എപ്പോഴും സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വർക്കിംഗ് യാണായിരിക്കണം നമ്മൾ നോട്ട് ഇടാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ ടെയിൽ എത്ര നമ്മൾ പുള്ളി ചെയ്താലും ഇത് അഴിഞ്ഞു പോരില്ല. അപ്പോൾ അത് എപ്പോഴും സ്ലിപ്പ് നോട്ട് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ യാണ് നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ലൂപ്പിലേക്ക് നമ്മൾ ഈ ഒരു ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒന്ന് യാൺ ഓവർ ചെയ്ത് ഈ വർക്കിംഗ് യാണിനെ ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ചെയിനായി. അപ്പോൾ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. നമുക്ക് 25 ചെയിൻസ് 25 ചെയിൻസ് കിട്ടുന്നവരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. എപ്പോഴും ചെയിൻസ് നല്ല ടൈറ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു പോർഷനിലുള്ള ടെൻഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയാൽ നല്ല ടൈറ്റ് സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ നമ്മുടെ എന്ത് പ്രൊഡക്റ്റ് ചെയ്താലും സ്റ്റിച്ചസ് ഒരിക്കലും ലൂസായി പോവില്ല. and 25. ഇപ്പം നമ്മൾ 25 ചെയിൻ സ്റ്റിച്ചസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. 25 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റോ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഫസ്റ്റ് റോ ചെയ്തത് ഈ ചെയിൻ സ്റ്റിച്ചസ് ചെയ്തു വന്നതെങ്കിൽ, നമുക്ക് സെക്കൻഡ് റോ വരുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കായിരിക്കും നമ്മൾ സ്റ്റിച്ചസ് ചെയ്തു പോവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യത്തെ, അതായത് നമ്മുടെ ഹൂക്കിൽ നിന്നുമുള്ള 2 സ്റ്റിച്ചസ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് ഈ കാണുന്ന ഓരോ വി ഷേപ്പിൽ വരുന്ന ഓരോ സ്റ്റിച്ചിനെയുമാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്, ഒരു ചെയിൻ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹൂക്കിൽ നിന്നുള്ള 2 ചെയിൻസ് നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 3rd ചെയിനിലേക്ക് ഞാനൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെയല്ല. ആദ്യം നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 3rd സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഹൂക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഹൂക്കിൽ 3 ലൂപ്സ് കിട്ടും. ഈ 3 ലൂപ്സിലൂടെയും എഗെയിൻ നമ്മൾ ഈ ഒരു വർക്കിംഗ് യാണിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. അപ്പോൾ നമ്മൾ 25 ചെയിൻസിൽ 2 ചെയിൻസ് ഓൾറെഡി സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയുള്ള 23 സ്റ്റിച്ചസിൽ അതിലൊന്ന് ഇവിടെ ചെയ്തു. ഇനിയുള്ള 22 സ്റ്റിച്ചസിലും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് നമ്മൾ ചെയ്യും.
ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലൂടെ മാത്രം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയി. 23 സ്റ്റിച്ചസിലേക്കും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം 5 ചെയിൻസ് ചെയ്ത് കൊടുക്കുക. 5 ചെയിൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലേക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളൊന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. അതേ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് തൊട്ടടുത്ത് വരുന്ന ഒരു സ്റ്റിച്ച്, ആ സ്റ്റിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം അതിനടുത്ത് വരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. അതേ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ അഗെയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഈ ഒരു തേർഡ് റോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുക. അതായത് ഈ ഒരു ഡബിൾ ക്രോഷ്യ 2 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ സ്റ്റിച്ച്, അഗെയിൻ ഒരു ഡബിൾ ക്രോഷ്യ അതേ സ്റ്റിച്ചിലേക്ക് ചെയ്യുക. ഇതിങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വരെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് റോയും അങ്ങനെ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമ്മളിവിടെ ലാസ്റ്റത്തെ സ്റ്റിച്ചിലൂടെ ഇനി ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളൂ. ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ചെയ്തു, അഗെയിൻ അതേ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ തേർഡ് റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇനി നമ്മൾ വീണ്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ ഈ 2 ചെയിൻ ഇവിടെ 2 ഡബിൾ ക്രോഷ്യയുടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റുന്നത് ചെയിൻ സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷ്യേസ് വെച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വി ഷേപ്പിലേക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. 1 2 3 4 5 and 6. നമ്മൾ 6 ഡബിൾ ക്രോഷ്യേസ് ആദ്യത്തെ ചെയിൻ സ്പേസിൽ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ചെയിൻ സ്പേസസിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് കാണാം. അതിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓരോ ചെയിൻ സ്പേസിലേക്കും ഡബിൾ ക്രോഷ്യയുടെ ക്ലസ്റ്റേഴ്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 ചെയിൻ സ്പേസസിൻ്റെ നടുവിലായിട്ട് കാണുന്ന ആ ഒരു സ്പേസിലേക്ക്. ഇനി അടുത്ത് വീണ്ടും ഞാൻ ആ ഒരു ചെയിൻ സ്പേസിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ഞാനിവിടെ ചെയ്തതിന് ശേഷം ആ നടുവിലായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. നടുവിൽ ആ ഒരു ഗ്യാപ്പിലായിട്ട് 2 ചെയിൻ സ്പേസിൻ്റെ നടുവിലായിട്ട് വരുന്ന ആ ഒരു സ്പേസിലേക്ക്
അഗെയിൻ ഞാനൊരു 6 സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്യാണ്. 1 2 3 4 5 and 6. ആദ്യത്തെ 3 ചെയിൻ സ്പേസിലേക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷേസ് വെച്ച് ചെയ്തു കൊടുത്തു. ഇനി അടുത്ത് വരുന്ന 9 ചെയിൻ സ്പേസിലേക്കും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് 5 സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ്. ആദ്യത്തെ 3 ചെയിൻ സ്പേസ് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ലാസ്റ്റ് ഇത് റോസാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു 5 സിംഗിൾ ക്രോഷേ വെച്ച് ഓരോ ചെയിൻ സ്പേസിലേക്കും ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ 11 ചെയിൻ സ്പേസസിലേക്കും നമ്മൾ 5 സിംഗിൾ ക്രോഷേസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 സ്റ്റിച്ചസിൽ 3 സ്പേസസിൽ 6 സിംഗിൾ ക്രോഷേസ് വെച്ചാണ് ചെയ്തത്. നമ്മുടെ ലാസ്റ്റ് 12th ചെയിൻ സ്പേസിലേക്ക് 5 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റോസ് കംപ്ലീറ്റ് ആവും. 2 3 4 5. ഓക്കെ, 5 സ്റ്റിച്ചസ് ഡബിൾ ക്രോഷേ നമ്മളിതിൽ ചെയ്തു. ഇനി അതേ ചെയിൻ സ്പേസിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനൂടെ ചെയ്ത് കുറച്ച് ലെങ്തിൽ ഈ ഒരു യാണ് കട്ട് ചെയ്യുക. നമുക്കിത് റോസ് ഫ്ലവർ ആക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യം വരും. ദാ നമ്മുടെ ഒരു റോസ് ഫ്ലവറിൻ്റെ ക്രോഷേ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു റോസിൻ്റെ ക്രോഷേ നമുക്കിനി റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത 6 സിംഗിൾ ക്രോഷേ വെച്ചിട്ടുള്ള ആ ഒരു 3 ചെയിൻ സ്പേസും പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ ആദ്യം ചെയ്ത ലെയർ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെപ്പൽസും ലീവ്സും അതുപോലെ തന്നെ സ്റ്റെമ്മിലേക്ക് കൂടെ അറ്റാച്ച് ചെയ്യുന്നൊരു പാർട്ട് കൂടെ ഉണ്ട്. അത് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്